വേണ്ടി ഡയൽ ചെയ്യൂ 500. കടന്നു വരൂ ആഹ്ലാദത്തിന്റെ ലോകത്തേക്ക്. നിറയെ എന്റർടൈൻമെന്റ്, നിറയെ. നമസ്കാരം ഐഡിയ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, പറഞ്ഞു സർ. ആദ്യമായി നമ്മുടെ പോക്കറ്റ് അടിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഓക്കെ, താങ്ക് യു സർ. ശരി. അപ്പോൾ ഇതില് രണ്ട് തവണയായിട്ട് ഇപ്പോൾ ഇന്നലെ മിന്നാന്നായിട്ട് 2 രൂപ പോക്കറ്റ് അടിച്ചിട്ടുണ്ട്. 2 രൂപ വെച്ച് 2 രൂപ വെച്ച് പോക്കറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഈ കേസ് സംബന്ധിച്ച് സംസാരിച്ച് വിളിച്ചിട്ടുണ്ട് പല തവണയായിട്ട്. അപ്പോഴൊക്കെ നിങ്ങളെപ്പോലുള്ള പ്രതിനിധികൾ പറയാറ് ഇല്ല, ഇനിമേൽ അങ്ങനെ ഉണ്ടാകത്തില്ല, അത് ക്യാൻസൽ ചെയ്തു എന്നാണ്. പക്ഷെ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത് തന്നെ ആയിരിക്കും താങ്കൾക്ക് ഇങ്ങോട്ട് ഇപ്പോൾ പറയാനുണ്ടാവുക എന്ന് കരുതുന്നു. അപ്പോ അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് വേണ്ടി പോക്കറ്റ് അടിച്ചിട്ട് വിവിധ ശമ്പളം വാങ്ങുന്നതിലും ഭേദം നേരിട്ടിട്ട് കസ്റ്റമേഴ്സിന്റെ അല്ല മറ്റുള്ളവരുടെ പോക്കറ്റ് അടിക്കാൻ പോകുന്നതാണ് നല്ലത് എന്ന് എൻ്റെ ഒരു അഭിപ്രായമുണ്ട്. ഓക്കെ സാർ, ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, താങ്കളുടെ മൊബൈൽ ഐഡിയയുടെ മാളിൽ നിന്ന് സർവീസിന്റെ ഒരു പ്രൊഡക്ഷൻ ആക്ടിവേറ്റ് ഉള്ളൂ. അതിനുവേണ്ടി 2 രൂപ ദിവസം താങ്കളുടെ മൊബൈൽ നഷ്ടപ്പെടും സാർ. അത് തന്നെയാണ് ആക്ടിവേറ്റ് ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പലതവണ നിങ്ങളെപ്പോഴുള്ള ആളുകൾ വിളിച്ചിട്ട് ആ ശരി ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുകയും പിന്നെയും തുടരുകയും ചെയ്യുന്നത്. ഞാൻ ഒന്ന് റിക്വസ്റ്റ് സമയം പറഞ്ഞത് സാർ. അല്പസമയം ഹോൾഡ് ചെയ്യാമോ? ഹോൾഡ് ചെയ്യാം, അതന്നെ വിളിച്ചത്. ഇതിന് ഇന്നൊരു പരിഹാരം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഇത് നമുക്ക് MNB ഉണ്ടല്ലോ. ഓക്കെ സാർ, തീർച്ചയായും ഉണ്ടല്ലോ. ഞങ്ങൾ അല്പസമയം ഹോൾഡ് ചെയ്യാമോ? ഓക്കെ. സർപ്രൈസ്! അതെ, ഇപ്പോൾ ഐഡിയയുടെ അമ്പരപ്പിക്കുന്ന ഓഫറുകൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടേ? ഡയൽ ചെയ്യൂ 500. കടന്നു വരൂ ആഹ്ലാദത്തിന്റെ ലോകത്തേക്ക്. എല്ലാ ദിവസങ്ങളും ഇനി ആഘോഷങ്ങളുടേതായാൽ എങ്ങനെയുണ്ടാകും, എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഡയൽ ചെയ്യൂ 500. ഐഡിയയുടെ സൂപ്പർ ഓഫറുകൾ നിങ്ങൾക്ക് നൽകും സൂപ്പർ എന്റർടൈൻമെന്റ്. നിറയെ ഫൺ, നിറയെ എന്റർടൈൻമെന്റ്, നിറയെ സർപ്രൈസ്. അതെ, ഇപ്പോൾ ഐഡിയയുടെ അമ്പരപ്പിക്കുന്ന ഓഫറുകൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടേ? ഡയൽ ചെയ്യൂ 500. കടന്നു വരൂ ആഹ്ലാദത്തിന്റെ ലോകത്തേക്ക്. നിറയെ ഫൺ, നിറയെ എന്റർടൈൻമെന്റ്, നിറയെ സർപ്രൈസ്. അതെ, ഇപ്പോൾ ഐഡിയയുടെ അമ്പരപ്പിക്കുന്ന ഓഫറുകൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടേ? ഡയൽ ചെയ്യൂ 500. കടന്നു വരൂ ആഹ്ലാദത്തിന്റെ ലോകത്തേക്ക്. എല്ലാ ദിവസങ്ങളും ഇനി ആഘോഷങ്ങളുടേതായാൽ എങ്ങനെയുണ്ടാകും, എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഡയൽ ചെയ്യൂ 500. ഐഡിയയുടെ സൂപ്പർ ഓഫറുകൾ നിങ്ങൾക്ക് നൽകും സൂപ്പർ എന്റർടൈൻമെന്റ്. നിറയെ ഫൺ, നിറയെ എന്റർടൈൻമെന്റ്, നിറയെ സർപ്രൈസ്. അതെ, ഇപ്പോൾ ഐഡിയയുടെ അമ്പരപ്പിക്കുന്ന ഓഫറുകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഡയൽ ചെയ്യൂ 500. കടന്നു വരൂ ആഹ്ലാദത്തിന്റെ ലോകത്തേക്ക്. നിറയെ ഫൺ, നിറയെ എന്റർടൈൻമെന്റ്, നിറയെ സർപ്രൈസ്. അതെ, ഇപ്പോൾ ഐഡിയയുടെ അമ്പരപ്പിക്കുന്ന ഓഫറുകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഡയൽ ചെയ്യൂ 500. കടന്നു വരൂ ആഹ്ലാദത്തിന്റെ ലോകത്തേക്ക്. നന്ദി. ഞാൻ ഇവിടെ റിക്വസ്റ്റ് എടുത്ത പ്രകാരം താങ്കളുടെ മൊബൈലിൽ നിന്ന് ഇന്ന് ഉച്ചക്ക് 1:54 ആവുന്നതിന് മുമ്പ് ഈ സർവീസ് ക്യാൻസൽ ആവുന്നതാണ്. ക്യാൻസൽ താങ്കളുടെ മൊബൈലിൽ കൺഫർമേഷൻ മെസ്സേജ് വരുന്നതാണ്. അല്ല, അതിപ്പോ ഇനി ക്യാൻസൽ ആയില്ലെങ്കിൽ അതിലിനി പിന്നെ പോക്കറ്റ് അടിക്കാനായിട്ട് ഒരു 2 രൂപ ഉണ്ടെന്നോ ഒരു തവണ പോക്കറ്റ് അടിക്കാനുണ്ട്. പക്ഷെ ആ ഒരു 2 രൂപ നഷ്ടപ്പെടുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ആ MNBയിലേക്ക് ഒരു മെസ്സേജ് വിട്ട് അതിനെത്ര 1 രൂപയല്ലേ ഉള്ളൂ? 1 രൂപ. അത് ചെയ്യുന്നതായിരിക്കും എനിക്ക് നല്ലതെന്ന് തോന്നുന്നത്. കാരണം ഇങ്ങനെ പലതവണയായിട്ട് ഇങ്ങനെ വഞ്ചിക്കുന്ന ഒരു കമ്പനി നമ്മൾ എന്തിനാ വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, ഈ നമ്പർ ഞാൻ MNB പ്രകാരം കയറി വന്നതാണ്. എന്നിട്ട് നമ്മളിങ്ങനെ എത്തി ദ്രോഹിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് തരുന്നൊരു നിർദ്ദേശമാണെന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കസ്റ്റമർ ഇങ്ങനെ പരാതി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കണം. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. കാരണം ഞാൻ വിളിച്ചവർ മുഴുവൻ ഇങ്ങനെയാണ് പറയാറ്, നിങ്ങൾക്ക് ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന്. കഴിഞ്ഞ തവണ വിളിച്ച ആള് വാക്ക് പറഞ്ഞു, പിന്നെ ഇനി മേലിൽ അങ്ങനെ ഉണ്ടാവത്തില്ല. ഞാൻ പറഞ്ഞത് ഇനി മേലങ്ങനെ ഉണ്ടായെങ്കിൽ എൻ്റെ സംസാരം ഇങ്ങനെ ആയിരിക്കില്ല, നല്ല തെറിയായിരിക്കും സംസാരിക്കുക. പക്ഷെ അത് നമ്മുടെ മാന്യതയ്ക്ക് യോജിക്കാതെ കൊണ്ട് ആ തരത്തിലേക്ക് പോകുന്നില്ല എന്ന് മാത്രം. അതല്ല അതിൻ്റെ അപ്പുറത്ത് പറയേണ്ടതാണ്. കാരണം പറയാത്തത് വേറൊന്നല്ല, ഇത് കമ്പനിയുടെ ഓണേഴ്സോ അവരോ അല്ലല്ലോ കേൾക്കുന്നത്. ഇത് ഒരു ശമ്പളത്തിനോ കൂലിക്കോ
നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കേൾക്കേണ്ടത്. അതുകൊണ്ട് ആ കേൾക്കുന്നത് ഉചിതമായിരിക്കില്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ആ തെറിപ്രയോഗം ഉപയോഗിക്കാത്തത്. അത് ശരിയായിട്ടില്ല. അതുകൊണ്ട് താങ്കൾ ഇതിന് മുമ്പ് എന്നാ വിളിച്ചത്? 27 വിളിച്ചത് എന്നാണെന്നൊന്നും ഓർക്കാൻ പറ്റത്തില്ലല്ലോ. ഇതിന് തവണ വിളിച്ചതായിട്ട് നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്താൽ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. പലതവണ വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഇത് ഈ മെയിൽ ഐഡിയ മെയിൽ എന്ന് പറയുന്നതാണ്. മറ്റുള്ളത് ഏതെങ്കിലും ആണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. നമ്മളിപ്പോൾ നെറ്റ് കയറിയിട്ട് എങ്ങനെയെങ്കിലും വന്നൊരു പാക്കേജോ എന്തെങ്കിലും ആയത് പൈസ പോകുന്നതാണെങ്കിൽ സഹിക്കായിരുന്നു. പക്ഷേ ഇത് ഐഡിയ കമ്പനിയിൽ നിന്ന് തന്നെ കരുതി കൂട്ടിയിട്ട് ഇപ്പോൾ എല്ലാവർക്കും പലരും പറയാറുണ്ട്, പലതരത്തിലും ഇങ്ങനെ കാശ് നഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ പലരും എന്തൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ എൻ്റെ ഇങ്ങനെ വന്നിട്ട് നീക്കം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല എന്ന് വളരെ ഖേദമുണ്ട്. അത് മാത്രമല്ല, ഇതിലിപ്പോ എന്റേത് 10-15-20 രൂപയോളം ഇത്തരത്തിൽ പോയിട്ടുണ്ട്. അത് എനിക്ക് വെച്ച് കിട്ടണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയുണ്ട്. അത് തരികയാണെങ്കിൽ ഞാൻ ഈ ഇതിൽ തുടരും. ഇല്ലെങ്കിൽ പ്രകാരം റീഫണ്ട് ചെയ്യാനല്ല, നിങ്ങൾക്ക് കള്ളം പറയാൻ മാത്രമുള്ള നിർദ്ദേശം മാത്രമേ ഉള്ളൂ. ഇതിപ്പോ പോയി ഇനിയിപ്പോ ഉണ്ടാകത്തില്ല എന്ന് നിങ്ങളിപ്പം വാഗ്ദാനം തരും. പക്ഷെ അടുത്ത ഇതിൽ കാശ് എപ്പോൾ റീചാർജ് ചെയ്യുന്നു അപ്പോൾ വീണ്ടും ഇത് തന്നെ ഉണ്ടാവും. ഐഡിയ മെയിലും നല്ല സംഭവമാണ്, എനിക്കറിയാം. ഞാൻ ഇന്റർനെറ്റിൽ ഇപ്പോൾ അത് മാത്രമല്ല, ഞങ്ങളിപ്പോൾ ഈ സംസാരിച്ച സംസാരങ്ങളൊക്കെ യൂട്യൂബിൽ കാണാം. യൂട്യൂബിൽ ഞാൻ ഒരുപാട് നിങ്ങളുടെ കള്ളത്തരങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എങ്ങനെയുള്ള വിളിച്ചതൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് നമുക്ക് കാണാം. താങ്കളുടെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്ന് അന്നൊന്നും താങ്കളുടെ മൊബൈലിന് ഈ സർവീസ് ഡിയാക്ടിവേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് റിക്വസ്റ്റ് എടുത്തിട്ടുള്ളത്. അന്നൊക്കെ സർവീസ് വെറും ഡീറ്റെയിൽസ് മാത്രം താങ്കൾ ഇതിന് മുന്നേ റിക്വസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണോ പറയുന്നത്? ഓക്കെ, താങ്കൾ പിന്നെ ഇതിന് മുമ്പ് റിക്വസ്റ്റ് ചെയ്ത് 10-ാം തീയതിയാണ് അല്ലേ? ഈ അടുത്ത ഇതിന് മുമ്പത്തെ മാസം 10-ാം തീയതി അല്ലേ? അത് എന്നാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർക്കാൻ പറ്റത്തില്ല. കാരണം ഇതിൽ അങ്ങനെ ഞാൻ കാശ് സംശയിച്ച് മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. എനിക്കറിയാം കള്ളന്മാരാണ് പോക്കറ്റ് അടിച്ചതെന്ന് അറിയാം കമ്പനി. അതുകൊണ്ട് അത്രയും ചെറിയ കാശ് മാത്രമേ ഇടാറുള്ളൂ. അത് അല്ല, ഇതില് ഇനിയിപ്പോ അങ്ങനെ വെച്ചുകൊണ്ട് പോകേണ്ട യാതൊരു കാര്യമില്ല. ഇനിയിപ്പോ നമ്മളിപ്പോ MNP പ്രകാരം ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നിമിഷം കൂടി, നമ്മൾ MNP മെസ്സേജ് ആയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കുള്ളൂ. നിങ്ങൾക്ക് ഓഫർ തരാം, അത് തരാം, ഇത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിക്കൂ. പക്ഷെ അത് വിളിക്കേണ്ട സാഹചര്യമില്ല. ഞങ്ങള് കസ്റ്റമേഴ്സിന്റെ നിങ്ങൾ വഞ്ചിക്കാതിരുന്ന മാത്രം മതിയല്ലോ. താങ്കളുടെ ബുദ്ധിമുട്ട് മനസ്സിലായി. താങ്കളുടെ മൊബൈലിൽ സർവീസ് ക്യാൻസൽ ചെയ്യാൻ റിക്വസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് സാർ. ഉറപ്പാണോ? ഉറപ്പാണ്, തീർച്ചയായും. ഇതുപോലെയുള്ള ഉറപ്പുകൾ ഒരുപാട് പേര് 4-5 പേര് എന്നോട് പറഞ്ഞതാണ്. എങ്ങനെ വിശ്വസിക്കും? നിങ്ങളിപ്പോ പറയുന്നത് നേരത്തെ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവര് കള്ളന്മാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറയുന്നത് നിങ്ങൾ കള്ളത്തരം പറയുകയാണ്. എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ജനങ്ങൾക്ക്? താങ്കൾക്ക് ക്യാൻസൽ ആയി താങ്കളുടെ മൊബൈൽ കൺഫർമേഷൻ മെസ്സേജ് വരുന്നെന്ന് പറഞ്ഞില്ലേ? മെസ്സേജ് വന്നിട്ടില്ലെങ്കിൽ താങ്കൾ വീണ്ടും വിളിച്ചോളൂ. ഈ സമയത്തിന്റെ ഉള്ളിൽ താങ്കൾ വീണ്ടും വിളിച്ചോളൂ. താങ്കൾ പൈസ പോകുന്നില്ല. പൈസ പോകുന്നതല്ലെന്ന് എനിക്കറിയാം. കസ്റ്റമർ കെയറിൽ വിളിക്കാം, എങ്ങനെയൊക്കെ വിളിക്കാം, ഏതിലൊക്കെ വിളിക്കാം. പിന്നെ ഐഡിയ TV എങ്ങനെ കാണാം ഫ്രീ ആയിട്ട്. പിന്നെ നമുക്ക് ഗൾഫിലുള്ളവരെ എങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കാം എന്നൊക്കെ എനിക്കറിയാം. ഞാൻ യൂട്യൂബിൽ അപ്ലോഡും ചെയ്യാറുണ്ട്. ഇന്റർനെറ്റിൽ ഞാൻ എല്ലാം അറിയാം. അതുകൊണ്ട് നിങ്ങൾ അത് പോകും ഇത് പോകും എന്ന് പറഞ്ഞ് എന്നെ വഞ്ചിക്കാനായിട്ട് ശ്രമിക്കാൻ വേണ്ടി, കമ്പനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വഞ്ചിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണെങ്കിൽ മനസ്സാക്ഷിയോടുകൂടി ഒന്ന് ചോദിച്ചു. അങ്ങനെയുള്ള ജോലി നമുക്ക് മറ്റുള്ളവരുടെ പോക്കറ്റ് അടിക്കാൻ സഹായിച്ചിട്ട് നമ്മൾ ശമ്പളം പറ്റുന്ന ജോലി നമുക്ക് വേണ്ട. നേരിട്ട് പോക്കറ്റ് അടിക്കാൻ പോയാൽ മതിയല്ലോ. പിന്നെ നമ്മുടെ കമ്മീഷൻ അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഒരു നിർദ്ദേശമുണ്ട് എനിക്ക്. അത് ഇതിപ്പം നിങ്ങളോട് പറഞ്ഞതെന്ന് മാത്രം. ഈ പറഞ്ഞത് ലോകം മുഴുവൻ കേൾക്കും, കാണും. ഞാൻ അപ്ലോഡ് ചെയ്യും. കാരണം അതിന് എന്നെ പ്രേരിപ്പിച്ച് എൻ്റെ നിത്യം ഇങ്ങനെ എൻ്റെ പോക്കറ്റ് അടിക്കുക. 2 രൂപയായാലും എത്രയായാലും പോക്കറ്റ് അടി നല്ലതല്ല. ഏത് കമ്പനി ആയാലും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് ശരിയല്ല. കാരണം എനിക്ക് 4-5 തവണ ഇങ്ങനെ ഉണ്ടായ അനുഭവം. മാത്രമല്ല, എൻ്റെ പോക്കറ്റിൽ ഞാൻ അയച്ചു വെച്ചിരിക്കുന്ന സിമ്മിൻ്റെ നമ്പറിൽ നിന്ന് എനിക്ക് എൻ്റെ മറ്റൊരു നമ്പറിലേക്ക് മിസ് കോൾ വരിക, എന്നിട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ അത് ചെക്ക് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ഇല്ല എന്ന് പറയുകയും ചെയ്ത ആൾക്കാരാണ് നിങ്ങളെ കസ്റ്റമർ കെയറിലുള്ളത്. സംവിധാനം ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. സംവിധാനം ഇല്ലെന്ന് മാത്രമല്ല, അത് അങ്ങനെ ഒരിക്കലും സംഭവിക്കാം. എൻ്റെ പോക്കറ്റിൽ അയച്ചു വെച്ചിരിക്കുന്ന സിമ്മാണ് അത്. നിങ്ങൾക്കത് വേണമെങ്കിൽ യൂട്യൂബിൽ പിന്നെ ഐഡിയ കസ്റ്റമർ കെയർ എന്നടിച്ചാൽ കാണാൻ പറ്റും. ഞാനത് ഇട്ടിട്ടുണ്ട് ഭംഗിയായിട്ട്, നാട്ടുകാർ കാണുന്നുണ്ട്.
ഇത്ര വിഡ്ഢികളാണ് കസ്റ്റമർ കെയറിലുള്ളത്, ഐഡിയ കമ്പനിയിലുള്ളത് എന്നൊക്കെ. ആ പറഞ്ഞ ആള് വേണമെങ്കിൽ ഞാൻ ഇതാ ഇപ്പോൾ വേണം കേൾപ്പിച്ചു തരാം ആളുടെ റെക്കോർഡ്. നമുക്കിപ്പോ കേൾക്കാൻ സമയമില്ല സാർ, വെയിറ്റിംഗിലാണ്. അല്പസമയം വേണ്ടി വീണ്ടും വിളിക്കൂ, ഞാൻ കേൾക്കാവുന്നതാണ്. ഇല്ല, നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി ഐഡിയ കസ്റ്റമർ. എന്താണ് സാർ യൂട്യൂബ് സെർച്ച് കൊടുത്തിട്ടുള്ളത്? യൂട്യൂബ് സെർച്ച് ഐഡിയ കസ്റ്റമർ കെയർ എന്ന് എഴുതിയാൽ അത് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. ഓക്കെ, ഞാൻ സെർച്ച് ചെയ്യാം. നമ്മൾ ഐഡിയയെ കുറിച്ച് മറ്റൊന്നും അറിയണ്ട സാർ? മറ്ററിയേണ്ടത് ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, വിശ്വസിക്കാൻ എൻ്റെ അനുബന്ധത്തിൽ വിശ്വസിക്കാൻ ആവുന്നില്ല എങ്കിലും ഞാൻ ഒരു തവണയും കൂടി ശ്രമിച്ചു നോക്കും. അതിനുശേഷം ഇതിപ്പോൾ 2 രൂപ ഉണ്ട് അതിൽ, അതുകൂടി നിങ്ങൾ പോക്കറ്റ് അടിക്കാൻ പാവാണ് അടിച്ചോളൂ, കുഴപ്പമില്ല. അതിനുശേഷം 10 രൂപ ഇട്ടാൽ എന്തായാലും ചില്ലറ പൈസ ഉണ്ടാവും. അതിനുശേഷം നമുക്കൊരു മെസ്സേജ് പ്രകാരം ചെയ്തിട്ട് പിന്നെ നിങ്ങളെ കമ്പനി കസ്റ്റമർക്ക് ആ പ്രതിനിധികളായിട്ട് വിളിക്കും. ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഈ സംസാരമായിരിക്കില്ല കേൾക്കുന്നത്, കാരണം മറ്റൊന്നെങ്കിലായിരിക്കാൻ സാധ്യതയുണ്ട്. ശരി, ഐഡിയയെ കുറിച്ച് മറ്റൊന്നും അറിയണ്ട സാർ? ഐഡിയയെ കുറിച്ച് എന്തൊക്കെ അറിയാനുള്ളത്? നിങ്ങളെ ഐഡിയയെ കുറിച്ച് എല്ലാ ഐഡിയയും നമുക്ക് അറിയാമല്ലോ, ഇത്രയും പറഞ്ഞല്ലോ. ഹലോ, പറഞ്ഞു സാർ. വേറൊന്നും പറയാനില്ല, പറഞ്ഞു വല്ല തെറ്റായ